ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു നാഴികക്കല്ലുകൂടി പിന്നിടുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മാർത്തോമ ബസേലിയോസ് മാർത്തോമ തൃതീയൻ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് മുണ്ടക്കത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഇടവുകൾക്കും ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഏപ്രിൽ മാസത്തിൽ മലങ്കര സഭയിലെ ദേവാലയങ്ങളിലെ പെരുന്നാളുകൾ ആർഭാടം കുറച്ചും വെടിക്കെട്ട് പോലുള്ളതായ കാര്യങ്ങൾ ഒഴിവാക്കിയും അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം വരുന്ന തുക ഏതെങ്കിലും ഭവനങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ, പ്രത്യേകിച്ച് ഭവന നിർമ്മാണത്തിന് ഉപയോഗിക്കുവാൻ തക്കതായ നിലയിൽ ഇടയാകണമെന്ന ഒരു ആഹ്വാനം അത് ആദ്യമേ തന്നെ ഏറ്റെടുക്കുകയും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് വെടിക്കെട്ട് ഒഴിവാക്കി ആർഭാടങ്ങൾ കുറച്ച് ഈ ദേവാലയം മാതൃക കാട്ടിയതാണ്. ആ തുകയും അതുപോലെ തന്നെ ഈ ഇടവകയിൽ നിന്ന് കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തുമായി ജോലി ചെയ്യുന്ന, പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ സംഘടനയായ ലോക പ്രവാസി സംഗമം, ലോക പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലുമായി ഇന്ന് ഒരു ഭവനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 60 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഭവനം അതിമനോഹരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള വൃദ്ധ ദമ്പതികൾക്ക് വളരെ സന്തോഷകരമായി അനുഗ്രഹകരമായി വസിക്കുവാൻ തക്കതായ നിലയിലുള്ള ഒരു ഭവനം. അതിന്റെ പൂർത്തീകരണത്തിൽ ഇടവക സന്തോഷിക്കുന്നു. പരിശുദ്ധ ബാബ തിരുമേനിയുടെ ആഹ്വാനത്തെ സ്വീകരിച്ചും ബാബ തിരുമേനിയുടെ കരങ്ങളിലേക്ക്, സഭയുടെ കരങ്ങളിലേക്ക്, നാടിന്റെ കരങ്ങളിലേക്ക്, അതിനേക്കാൾ അപ്പുറമായി ഈ വൃദ്ധ ദമ്പതികളുടെ കരങ്ങളിലേക്ക് വളരെ സന്തോഷത്തോടെ വിനയപൂർവ്വം ഈ ഭവനത്തിന്റെ പൂർത്തീകരണം നടത്തിയതിന്റെ സമർപ്പണം നടത്തുകയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായ ഇടവകയുടെ ഭരണസമിതി അംഗങ്ങളെയും അതുപോലെ തന്നെ പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നേതൃത്വം നൽകിയവരെയും, പ്രവാസ ലോകത്തിന്റെ ആറാമത്തെ ഭവനമാണ് ഇന്ന് പൂർത്തീകരിച്ച് സമർപ്പിക്കുന്നത്. മറ്റ് 5 ഭവനങ്ങളും മുൻകാലഘട്ടങ്ങളിൽ 2-3 വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ച് ഭവനങ്ങൾ ഇല്ലാത്തവർക്ക് വളരെ വാസയോഗ്യമായ ഭവനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. എല്ലാ വർഷവും നമ്മൾ വെടിക്കെട്ടിന് വലിയൊരു തുക ചെലവാക്കുന്നുണ്ട്. വെടിക്കെട്ടിന് ഈ വർഷം ഏതാണ്ട് 1.5 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നത്. ആ തുക നമ്മുടെ പൂർണ്ണമായി ഒഴിവാക്കി ഇതിലേക്ക് മാറ്റി. അതോടൊപ്പം തന്നെ ആർഭാടങ്ങളുടെ കുറവുകൾ വരുത്തിയിട്ടുണ്ട്. ആ കുറവുകൾ വരുത്തിയതുകൂടി ചേർത്ത് ആണ് ഒരു തുക. അതുപോലെ തന്നെ പ്രവാസികളായ ആളുകളുടെ നിസ്സുലഭമായ സംഭാവനകളും പ്രാർത്ഥനകളും നേർച്ചകളും ചേർന്നിട്ടുണ്ട്. ഏതാണ്ട് 5 ലക്ഷം രൂപയോളം ചെലവ് എന്നാണ് ഈ ഭവനം പൂർത്തീകരിച്ചിരിക്കുന്നത്. സഭാധ്യക്ഷന്റെ ആഹ്വാനപ്രകാരം ആദ്യമായിട്ട് വെടിക്കെട്ട് ഒഴിവാക്കിയ പള്ളി ഇതാണ്. അന്ന് വാർത്താ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ പശ്ചാത്തലത്തിൽ ആ ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് ആദ്യമായി ഒരു ഭവനം പൂർത്തീകരിച്ച് നൽകുന്നതും മലങ്കര സഭയിൽ ഇത് ആദ്യ ദേവാലയമാണ്. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ ആഹ്വാനപ്രകാരം ഈ വർഷത്തെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ ചുരുക്കിക്കൊണ്ട്, വെടിക്കെട്ടടക്കമുള്ള ആഘോഷ പരിപാടികൾ ചുരുക്കിക്കൊണ്ട് ഒരു ഭവനം പണിത് നൽകണം എന്ന ഒരു ആഹ്വാനം ബാബ തിരുമേനി അറിയിച്ചിരുന്നു. അതനുസരിച്ചിട്ട് സഭാമക്കളായ ചന്ദനപ്പള്ളി വലിയപള്ളി ഇടവകയുടെ ലോക പ്രവാസി കൂട്ടായ്മ ഒരു ഭവനം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. 60 ദിവസം കൊണ്ട് പരിശുദ്ധ ബാബ തിരുമേനി ആഹ്വാനം ചെയ്ത 60 ദിവസത്തിനകം തന്നെ ഒരു ചെറിയ ഭവനം 2 വൃദ്ധ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. 2 കിടപ്പുമുറികളും 1 ശുചിമുറിയും 1 ഹാളും അടങ്ങുന്ന ഒരു മനോഹരമായ ഒരു ഭവനമാണ് നമ്മൾ അവർക്ക് പണിത് നൽകിയിരിക്കുന്നത്. ഈ ഭവനം ആർക്ക് കൊടുക്കുന്നെന്നോ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് അറിയിക്കുന്നില്ല. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെയാണ് പള്ളി ഇതുവരെയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ലോക പ്രവാസി കൂട്ടായ്മ ഓൺലൈനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസികളായ ഇടവകയിലെ പ്രവാസികളായ അംഗങ്ങൾ ചേർന്നൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള 6ാമത്തെ ഭവന നിർമ്മാണ പദ്ധതി കൂടിയാണ് ഇത്. ഇതുകൂടാതെ ഇടവക സ്വന്തമായിട്ട് 5 ഭവനങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. 1 ഭവനം യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു. അങ്ങനെ ഈ അടുത്ത 3 വർഷത്തിനുള്ളിൽ തന്നെ 12 ഭവനങ്ങൾ ചന്ദനപ്പള്ളി വലിയ പള്ളി സമർപ്പിക്കുകയുണ്ടായി.
എല്ലാ വർഷവും പെരുന്നാള് ചന്ദ്രപ്പള്ളി വലിയ പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമാണ്. ഇവിടുത്തെ ചെമ്പെടുപ്പടക്കമുള്ള ചടങ്ങുകൾ ഒട്ടേറെ മീഡിയയിലൂടെ ലോകത്തിന് മുമ്പിൽ കാണുന്നതാണ്. ധാരാളം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ, നാനാജാതി മതസ്ഥരായ വിശ്വാസികളുടെ കൂടിവരവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ദേവാലയം കൂടിയാണ് ചന്ദ്രപ്പള്ളി വലിയ പള്ളി. ഈ വലിയ പള്ളിയുടെ ചടങ്ങുകൾ ഈ വർഷം പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളൊക്കെ തന്നെ ആർഭാടപൂർവ്വമുള്ള പരിപാടികളൊക്കെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ആചാരപരമായ കാര്യങ്ങൾ ഒരു മാറ്റവും വരുത്താതെ തന്നെയാണ് ഈ വർഷം പെരുന്നാൾ നടത്തിയത്. ഈ ഒരു സ്നേഹ ചലഞ്ച് പരിശുദ്ധ ബാവ തിരുമേനി മുന്നോട്ട് വെച്ച ഈ സ്നേഹ ചലഞ്ചിന്റെ ഭാഗമായി ഒന്നാമത് തന്നെ നമുക്ക് ഈ ഭവനം നിർമ്മിച്ചു നൽകണം എന്നുള്ളത്, സഭയ്ക്ക് ഈ കുടുംബത്തിന് നൽകണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. അതിന്റെ ഒരു പൂർത്തീകരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്.